നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. സ്നേഹത്തിനും സമാധാനത്തിനുമായി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം. മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച നടക്കും. കുട്ടനെല്ലൂർ അഞ്ചേരിയിൽ പട്ടാപ്പകൽ കടയിൽ ഗുണ്ടാക്രമണം. കടയുടമയ്ക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പുലിക്കണ്ണി മുതൽ പാലപ്പള്ളി വരെയുള്ള റോഡ് തകർന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് ജനകീയ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ റീൽസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ പരാതി. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാവനാട് റോഡിന്റെ നവീകരണം ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വീണ്ടും കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. പവന് ഒറ്റയടിക്ക് കൂടിയത് 2200 രൂപ. വിശദമായ വാർത്തകളിലേക്ക്. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 വത്തിക്കാനിൽ സന്നിഹിതരായിരുന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. ബുധനാഴ്ച 12:30 മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം നടക്കും. മാർപ്പാപ്പയുടെ ഭൗതികദേഹം പൊതുദർശനത്തിനായി ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിക്കും. വത്തിക്കാനിലെ പ്രാദേശിക സമയം 9 മണിക്കാണ് പൊതുദർശനം. വിശ്വാസികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. സംസ്കാര ശുശ്രൂഷ നടക്കുക സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പുറത്തുവച്ചായിരിക്കും. ഇതിനുശേഷം ഭൗതിക ശരീരം സെന്റ് മരിയ മജോറയിലേക്ക് കൊണ്ടുപോകും. ഡീൻ ഓഫ് കർദിനാൾ സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മരണപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. റോമിലെ മേരി മേജർ ബസിലിക്കയിലെ പൗളിൻ ചാപ്പലിനും ഫോർസ ചാപ്പലിനും നടുവിലായിട്ടായിരിക്കണം ശവകുടീരം ഒരുക്കേണ്ടതെന്നും മരണപത്രത്തിൽ പോപ്പ് ഫ്രാൻസിസ് വ്യക്തമാക്കിയിരുന്നു. ശവകുടീരത്തിൽ സവിശേഷമായ അലങ്കാരങ്ങളൊന്നും പാടില്ലെന്നും തൻ്റെ പേര് ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിപക്ഷവും അന്ത്യവിശ്രമം കൊള്ളുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായാണ് തനിക്ക് അന്ത്യവിശ്രമം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കിയിരിക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി 12 വർഷത്തോളം സേവനമനുഷ്ഠിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറഞ്ഞതോടെ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രക്രിയയും ആരംഭിച്ചിരിക്കുകയാണ്. കാമർലോങ്കോയാണ് പോപ്പുമാരുടെ മരണം സ്ഥിരീകരിക്കുന്നത്. പോപ്പിന്റെ സ്നാനനാമം അദ്ദേഹം 3 തവണ വിളിക്കും. പ്രതികരണമില്ലെങ്കിൽ മരണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഈ വിവരം ലോകത്തെ അറിയിക്കും. തുടർന്ന് പോപ്പിന്റെ അധികാര ചിഹ്നമായ ഫിഷർമൻസും മോതിരവും സീലും നശിപ്പിക്കും. ഒരു പോപ്പിന്റെ മരണശേഷം വത്തിക്കാൻ ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കും. ഒരു പോപ്പിന്റെ മരണത്തിനും ഈ സ്ഥാനത്തേക്ക് പുതിയൊരാളെ നിയമിക്കുന്നതിനും ഇടയിലുള്ള സമയമാണിത്. പോപ്പ് മരിച്ച് 46 ദിവസത്തിനുള്ളിൽ സംസ്കാരം നടക്കണം. മറ്റെവിടെയെങ്കിലും സംസ്കാരം നടത്താൻ അഭ്യർത്ഥിച്ചിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ് പോപ്പിന്റെ സംസ്കാരം നടക്കുക. തുടർന്ന് 9 ദിവസത്തെ ദുഃഖാചരണം. പരമ്പരാഗതമായി മാർപ്പാപ്പമാരുടെ സംസ്കാരം ഏറെ വിപുലവും സങ്കീർണവുമായ ചടങ്ങുകളായിരുന്നു. എന്നാൽ ഈ നടപടിക്രമങ്ങളെല്ലാം ലളിതമാക്കാനുള്ള നീക്കത്തിന് മുൻകൈയെടുത്തതും അംഗീകാരം നൽകിയതും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. സൈപ്രസ്, ഈയം, ഓക്ക് എന്നീ 3 പാളികളോട് കൂടിയ പെട്ടികളിലാണ് സാധാരണ പോപ്പുമാരെ അടക്കാറുള്ളത്. എന്നാൽ സിങ്ക് കൊണ്ട് പൊതിഞ്ഞ മരം കൊണ്ടുള്ള ലളിതമായ പെട്ടിയാണ് പോപ്പ് ഫ്രാൻസിസ് തിരഞ്ഞെടുത്തത്. മാത്രവുമല്ല, കാറ്റ ഫാൽക്ക് എന്നറിയപ്പെടുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ഒരു പ്രത്യേക ഇടത്ത് പോപ്പിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി വെക്കുന്ന ചടങ്ങും അദ്ദേഹം വേണ്ടെന്ന് നിർദ്ദേശിച്ചിരുന്നു. വത്തിക്കാനിന് പുറത്ത് സംസ്കരിക്കപ്പെടുന്ന ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ ആദ്യത്തെ പോപ്പും ഫ്രാൻസിസ് ആയിരിക്കും. റോമിലെ 4 പ്രധാന പാപ്പൽ ബസിലിക്കകളിൽ ഒന്നായ സെന്റ് മേരീസ് മേജർ ബസിലിക്കയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യും.
വത്തിക്കാൻ പ്രത്യേക പ്രാധാന്യവും പദവികളും നൽകിയിട്ടുള്ള ഒരു പള്ളികളാണ് ബസിലിക്ക എന്ന് അറിയപ്പെടുന്നത്. കത്തോലിക്ക സഭയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ, അതായത് കോളേജ് ഓഫ് കർദിനാൾസ് എന്നറിയപ്പെടുന്ന ഇവരാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കേണ്ടത്. നിലവിൽ 252 കത്തോലിക്ക കർദിനാൾമാരുണ്ട്. അവരിൽ 138 പേർക്ക് പുതിയ പോപ്പിന് വോട്ട് ചെയ്യാൻ അർഹതയുണ്ട്. മറ്റുള്ളവർ 80 വയസ്സിന് മുകളിലുള്ളവരാണ്. അതായത് അവർക്ക് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ആരെ തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ അവർക്ക് പങ്കുചേരാം. കർദിനാൾമാർ കോൺക്ലേവ് കൂടിയായിരിക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് കൂടണം. സിസ്റ്റൈൻ ചാപ്പലിനുള്ളിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുക. ഫോണോ മറ്റു മാധ്യമങ്ങളോ ഇല്ലാതെ പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും ഇല്ലാതെയായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക. കർദിനാൾമാർ അവർ തങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. ഒരു സ്ഥാനാർത്ഥിക്ക് മുന്നിൽ 2 ഭൂരിപക്ഷം ലഭിക്കുന്നത് വരെ ഈ വോട്ടെടുപ്പ് ആവർത്തിക്കും. ചിലപ്പോൾ ഇത് ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടേക്കാം. മുമ്പ് വോട്ടെടുപ്പ് മാസങ്ങളോളം നീണ്ടുനിന്ന സമയമുണ്ടായിട്ടുണ്ട്. കോൺക്ലേവിനിടെ ചില കർദിനാൾമാർ മരിച്ച സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. കോൺക്ലേവ് എങ്ങനെ പുരോഗമിക്കുന്നു എന്നത് മനസ്സിലാക്കുന്ന സൂചന കർദിനാൾമാർ ബാലറ്റ് പേപ്പറുകൾ കത്തിക്കുന്നതിലൂടെ ദിവസത്തിൽ 2 തവണ ഉയർന്നു വരുന്ന പുക മാത്രമാണ്. കറുത്ത പുക മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിട്ടില്ലെന്നും വെളുത്ത പുക മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തുവെന്നുമാണ് സൂചിപ്പിക്കുന്നത്. വെളുത്ത പുക ഉയർന്ന 1 മണിക്കൂറിനുള്ളിൽ സാധാരണ പുതിയ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടും. കോൺക്ലേവിൽ പങ്കെടുത്ത മുതിർന്ന കർദിനാൾ നമുക്കൊരു പോപ്പുണ്ട് എന്നർത്ഥം വരുന്ന ലാറ്റിന് വാക്കുകൾ ഉപയോഗിച്ച് തീരുമാനം പ്രഖ്യാപിക്കും. തുടർന്ന് അദ്ദേഹം പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്ത പാപ്പൽ നാമത്തിൽ പരിചയപ്പെടുത്തും. മാമോദിസ സ്വീകരിച്ച ഏതൊരു റോമൻ കത്തോലിക്ക പുരുഷനെയും പോപ്പാകുന്നതിനുള്ള തിരഞ്ഞെടുപ്പിന് പരിഗണിക്കാമെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും കർദിനാൾമാരിൽ ഒരാളെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. 2013 മുൻ കോൺക്ലേവിൽ അർജന്റീനയിൽ ജനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലോകത്തിലെ കത്തോലിക്കരിൽ ഏകദേശം 28% വരുന്ന തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോന്തിഫായി അദ്ദേഹം മാറി. ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട 266 പോപ്പുമാരിൽ 217 പേർ ഇറ്റലിയിൽ നിന്നുള്ളവരാണ്. കുട്ടനെല്ലൂർ അഞ്ചേരിയിൽ പട്ടാപ്പകൽ കടയിൽ ഗുണ്ട ആക്രമണം. കോഴിക്കടയിലാണ് ആക്രമണമുണ്ടായത്. അഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന മീനൂട്ടി ചിക്കൻ സെന്ററിലാണ് 3-അംഗ സംഘം ആക്രമണം നടത്തിയത്. കടയുടമ കാച്ചേരി സ്വദേശി സന്തോഷിന് കൈക്കും കാലിനും പരിക്കേറ്റു. കടയിലെത്തിയ 3 യുവാക്കൾ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ കത്തികാട്ടി കട ഉടമയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്ന് കടയുടമ പറഞ്ഞു. ആക്രമണത്തിനിടെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പോലീസ് വാഹനം കണ്ടതോടെ യുവാക്കൾ ഇറങ്ങിയോടി. പ്രതികൾക്കായി ഒല്ലൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പരിക്കേറ്റ സന്തോഷ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സഞ്ചാരയോഗ്യമല്ലാത്ത വിധം വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പുലിക്കണ്ണി മുതൽ പാലപ്പള്ളി വരെയുള്ള റോഡ് തകർന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രതിഷേധം നടത്തി. സമിതി പ്രസിഡന്റ് തുയ്യത്ത് ശിവദാസൻ, വൈസ് പ്രസിഡന്റ് ഷിഹാബ് കറുമണ്ണിൽ, ജോയിന്റ് സെക്രട്ടറി PU ഷിഹാബ്, പുലിക്കണ്ണി യൂണിറ്റ് പ്രസിഡന്റ് സാദിഖ്, നാട്ടുകാരായ ഷഫീഖ് അലി, ഷഫീഖ് പാറയിൽ, ഹുസൈൻ, ഉസ്മാൻ, അലി കുമ്പത്തിൽ, അനീഷ് എലിക്കോട്, സമദ് വലിയകുളം എന്നിവർ സംസാരിച്ചു. റോഡിന്റെ നവീകരണത്തിന് അധികാരികൾ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുന്നതിനും സമിതി തീരുമാനിച്ചു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക പാതകളും ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ പാലപ്പള്ളി മേഖല, അതായത് നമ്മളോട് പുലിക്കണ്ണി വരെ ടാറിങ് ഒരാഴ്ച മുമ്പ് കഴിഞ്ഞു. ഇപ്പോൾ പുലിക്കണ്ണി മുതൽ പാലപ്പള്ളി വരെ ഒരു 2-2.5 കിലോമീറ്റർ പ്രദേശം ടാറ് ചെയ്യാതെ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു വഞ്ചനയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണി ഇവിടെ നിലച്ചു പോവും എന്ന് വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടെ ജനങ്ങളെ അറിയിച്ചതാണ്. പക്ഷേ സന്ദർഭോചിതമായിട്ട് പല വ്യാഖ്യാനങ്ങൾ വന്നു. പണി എന്തായാലും പൂർത്തീകരിക്കും, പാലപ്പള്ളി സെൻറ്റർ വരെ ഉണ്ട് എന്ന തെറ്റായ ഒരു ധാരണയ്ക്ക് അടിസ്ഥാനത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് മാറി നിൽക്കുന്നത്. ഇതിലൂടെ ആനകൾ അതുപോലെ വന്യമൃഗങ്ങളൊക്കെ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. റോഡിലോട്ട് നോക്കണോ അത് ആനനെ നോക്കണോ എന്നും അറിയില്ല. ദയവ് ചെയ്ത് വളരെ വിനയത്തോട് ബഹുമാനത്തോടെ എല്ലാ അധികാരികളും ഒറ്റ വാക്കിൽ ചോദിക്കുക, എന്തിനാണ് ഞങ്ങളെ മാത്രം അങ്ങനെ അകറ്റി നിർത്തുന്നത്? ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ റീൽസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ പരാതി. KPCC മീഡിയ പാനലിസ്റ്റും ഹൈക്കോടതി അഭിഭാഷകനുമായ VR അനൂപാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്.
ചൊവ്വാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയ രാജീവ് ചന്ദ്രശേഖർ ദർശനത്തിനെത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് റീൽസായി ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. വിഷു ദിവസം മാധ്യമങ്ങൾക്കുൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലയിലാണ് റീൽസ് ചിത്രീകരിച്ചത്. നേരത്തെ ഇതേ സ്ഥലത്ത് റീൽസ് ചിത്രീകരിച്ച ജസ്ന സലീമിനെതിരെ കലാപശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് VR അനൂപ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. അതേസമയം വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും പരിശോധിക്കട്ടെ എന്നും ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാവനാട് റോഡിന്റെ നവീകരണം ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സനല ഉണ്ണികൃഷ്ണൻ സന്നിഹിതയായി. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 43 ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നവീകരിക്കുന്നത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം അപകടം. ലോറിക്ക് പുറകിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. ഇരുവാഹനങ്ങളും എറണാകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. മുന്നിൽ പോയിരുന്ന ലോറി മറ്റൊരു വാഹനത്തിനെ മറികടക്കാനായി വലതുവശത്തെ ട്രാക്കിലേക്ക് മാറിയപ്പോൾ പുറകിൽ വന്ന കാർ ലോറിയുടെ പുറകിലെ ചക്രത്തിൽ തട്ടി കൊളുത്തി വലിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച രാവിലെ 11:15 സംഭവം. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ തോമസ് ലേഹായുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ കാർമ്മികത്വം വഹിച്ചു. ആഘോഷമായ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടന്നു. വികാരി ഫാദർ ബെൻസി ചീനാൻ, കൈക്കാരന്മാരായ തെക്കീനത്ത് മാത്യു ആൻഡ്രു, ET പോൾ എലവത്തുകാരൻ, ജനറൽ കൺവീനർ PA തോമസ് പടിഞ്ഞാറത്തല എന്നിവർ നേതൃത്വം നൽകി. ശനി ഞായർ ദിവസങ്ങളിലായാണ് തിരുനാൾ നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 7 നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസിസ് ഏടാട്ടുകാരൻ കാർമ്മികനാകും. വൈകിട്ട് 6:30 അമ്പു പ്രദർശനം പള്ളിയിലേക്ക്. 8:30 കൂടുതുറക്കൽ, രൂപമെഴുന്നള്ളിച്ചു വയ്ക്കൽ ചടങ്ങുകൾക്ക് ഫാദർ ആൽവിൻ പുതുശ്ശേരി കാർമ്മികനാകും. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ റോബിൽ വളപ്പില കാർമ്മികനാകും. ഫാദർ ദിലീപ് വിധേയത്തിൽ സന്ദേശം നൽകും. വൈകിട്ട് 4 വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദർശനം, 7 സമാപനാശീർവാദം, വർണ്ണമഴ എന്നിവ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. മുരിക്കങ്ങൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസപിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ടോണി പാറേക്കാടൻ സഹകാർമ്മികനായിരുന്നു. കൈക്കാരന്മാരായ ഫിലിപ്പ് കൊച്ചേക്കാടൻ, ജോയ് പെരേപ്പാടൻ, ജോയ് ആമ്പക്കാടൻ, കൺവീനർ സാജൻ മുല്ലക്കുന്നേൽ, ജോയിന്റ് കൺവീനർ ജെയിംസ് മൂലൻ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 30, മെയ് 1 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. സാന്ത്വനം സാരഥി വെള്ളിക്കുളങ്ങര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികൾക്കായുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കാവുങ്ങൽ അധ്യക്ഷനായിരുന്നു. സാരഥി മുൻ സംസ്ഥാന ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ തേക്കാനത്ത്, സിസ്റ്റർ വിനയ, വിൽസൺ കണ്ണത്താൻ, സുനിൽ ചള്ളിയിൽ, സിസ്റ്റർ പ്രസന്ന, സിസ്റ്റർ ക്രിസറ്റ, സിസ്റ്റർ ഗ്രേസ് എന്നിവർ സംസാരിച്ചു. സ്വയം സഹായ സംഘമായ പീപ്പിൾ ട്രീ SH ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കോടാലി ആൾത്തറയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി ജോയ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. പീപ്പിൾ ട്രീ SH ഗ്രൂപ്പ് പ്രസിഡന്റ് VK കാസിം അധ്യക്ഷത വഹിച്ചു. മദ്യവിമോചന മഹാസഖ്യം ജില്ലാ കോർഡിനേറ്റർ ബേബി കണ്ണമ്പടത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പൊതുപ്രവർത്തകരായ ശശി ആര്യാടൻ, TP ജയപാലൻ, ബാബു സാമി, OC അരുവി, TR ഔസേപ്പുട്ടി, ബാബു തച്ചനാടൻ എന്നിവർ സംസാരിച്ചു. ബാലസംഘം കൊടകര ഏരിയയുടെ നേതൃത്വത്തിൽ വേനൽത്തുമ്പി 2025 പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് കൺവീനർ നൌമി ഉദ്ഘാടനം നിർവഹിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ മുഖ്യാതിഥിയായി. PR പ്രസാദൻ, PN വിഷ്ണു, PC സുബ്രൻ, CV സുധ, MS ആദർശ്, ആവണി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സുരേഷ് P കുട്ടൻ, അലന്യ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശീലനം നേടുന്നവർ ഈ മാസം 24 മുതൽ 27 വരെ
6 പഞ്ചായത്തുകളിലെ 20ഓളം കേന്ദ്രങ്ങളിൽ നാടകം, സംഗീത ശില്പം എന്നിവ അവതരിപ്പിക്കും. 3 മുറി 9 ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 22ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. കപിലാവതാരം, കപിലോപദേശം, ദക്ഷചരിതം, ധ്രുവചരിതം, ഋഷഭാവതാരം തുടങ്ങിയ ഭാഗങ്ങളാണ് ചൊവ്വാഴ്ച പാരായണം ചെയ്തത്. കൽപ്പകശ്ശേരി വേണു മൂസദ് ആചാര്യനും പുല്ലേങ്ങോട്ട് സത്യൻ നമ്പൂതിരി, സജിത ഗംഗാധരൻ എന്നിവർ സഹ ആചാര്യന്മാരും ആയിട്ടുള്ള സപ്താഹയജ്ഞം ഈ മാസം 27-ന് പ്രസാദ വിതരണത്തോടെ സമാപിക്കും. SNDP യോഗം 3 മുറി ശാഖയുടെ വാർഷിക പൊതുയോഗം നടത്തി. യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സുരേഷ് കളപ്പുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. യോഗം ഡയറക്ടർ NB മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. കുപ്ലിക്കാട്ടിൽ ശശിറാം ഭാര്യ ഓമന, നാരായണൻ കരിമ്പിൽ, ജയൻ പാഴായി എന്നിവരെ യൂണിയൻ സെക്രട്ടറി ആദരിച്ചു. ശാഖാ സെക്രട്ടറി വിശ്വനാഥൻ കാട്ടുങ്ങൽ, യൂണിയൻ കൗൺസിലർമാരായ നന്ദകുമാർ മലപ്പുറം, യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി സുമാ ഷാജി, വൈസ് പ്രസിഡന്റ് രവി ചെമ്പകശ്ശേരി, വനിതാ സംഘം പ്രസിഡന്റ് ഷീല വിപിനചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത അധ്യക്ഷത വഹിച്ചു. OS സതീഷ് പ്രഭാഷണം നടത്തി. സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ഭഗ്നി മണ്ഡൽ ട്രഷറർ വത്സ തച്ചമ്പിള്ളി, കമ്മിറ്റി ട്രഷറർ ഷനൂജ് വെട്ടിയാട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ബാബു കവുങ്ങൻപിള്ളി, കമ്മിറ്റി അംഗം രാജൻ കവുങ്ങൻപിള്ളി, ഭഗ്നി മണ്ഡൽ കമ്മിറ്റി അംഗങ്ങളായ രത്നം കുട്ടൻ, സുമാ രാജൻ, രമണി ദാസൻ, സതീദേവി, സത്യൻ, സിന്ധു പടിക്കാടൻ, പ്രീത സുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി. ലോക മലയാളി കൂട്ടായ്മയായ ഭൗമം സോഷ്യൽ ഇനിഷ്യേറ്റീവ് സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പുകളെക്കുറിച്ചുള്ള ചർച്ച ഏപ്രിൽ 26-ന് രാത്രി 7:30-ന് ഓൺലൈൻ സൂം പ്ലാറ്റ്ഫോമിൽ നടക്കും. ഇളനാട് മിൽക്ക് ഫൗണ്ടർ സജീഷ് കുമാർ, ഇൻകർ റോബോട്ടിക്സ് തലവൻ അമിത് രാമൻ, ഡേസിൻടോക്സ് CEO ഡോൺ പോൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ചർച്ചയിൽ കോഗ്നിസിന്റെ ഡയറക്ടർ ഇജാസ് മുഹമ്മദ് മോഡറേറ്ററായി പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9742888859 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീണ്ടും കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. പവന് ഒറ്റയടിക്ക് കൂടിയത് 2200 രൂപയാണ്. ഇതോടെ പവന് 74,320 രൂപയായി. ഗ്രാമിന് 275 രൂപ വർദ്ധിച്ച് 9,290 രൂപയായി. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,485. രൂപയുടെ വിനിമയ നിരക്ക് 85.13-നുമാണ്. 24 ക്യാരറ്റ് സ്വർണത്തിന് കിലോഗ്രാമിന് ബാങ്ക് നിരക്ക് 1 കോടി രൂപയ്ക്ക് മുകളിൽ എത്തി. സമീപകാലത്തെ ഒരു ദിവസം കൂടുന്ന ഏറ്റവും വിലവർധനയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 12 ദിവസം കൊണ്ട് $560 വിലവർധനവാണ് അന്താരാഷ്ട്ര സ്വർണ്ണവിലയിലുണ്ടായത്. $3,500 മറികടന്ന് മുന്നോട്ട് കുതിക്കുമെന്ന സൂചനകളാണ് വരുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ മുതലിറക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടുകയാണ്. ഏപ്രിൽ 30-നെത്തുന്ന അക്ഷയ തൃതീയ ആഘോഷങ്ങളോടൊപ്പം വിവാഹ സീസണുകൾ വരുന്നതിനാൽ സ്വർണ്ണവില വർദ്ധിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും ജനങ്ങളുടെ വാങ്ങൽ ശക്തി കുറഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 109 രൂപയാണ്. ഇനി ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ 10-നും 15-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഏപ്രിൽ 28-ന് 4 മണിക്ക് മുൻപായി അളഗപ്പനഗർ പഞ്ചായത്തിൽ സമർപ്പിക്കണം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,290 രൂപ, പവന് 74,320 രൂപ. പുതുക്കാട് കാരണത്ത് ഡോക്ടർ KK വാസുദേവൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലീനയാണ് ഭാര്യ. ഡോക്ടർ ലക്ഷ്മി, ഡോക്ടർ ശ്രീദേവി എന്നിവർ മക്കളും, കിഷോർ, ശരത് എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ പനംകുളത്തുകാരൻ ജോയ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോസലിയാണ് ഭാര്യ. ജിപ്സൺ, ജീസൺ എന്നിവർ മക്കളും.
ഫെമി ജിപ്സൺ മരുമകളുമാണ്. കല്ലൂർ പാലയ്ക്കപ്പറമ്പ് വേരൻപിലാവ് തോമസ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 10-ന് കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി ദേവാലയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്നേഹത്തിനും സമാധാനത്തിനുമായി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം. മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച നടക്കും. കുട്ടനെല്ലൂർ അഞ്ചേരിയിൽ പട്ടാപ്പകൽ കടയിൽ ഗുണ്ടാക്രമണം. കടയുടമയ്ക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പുലിക്കണ്ണി മുതൽ പാലപ്പള്ളി വരെയുള്ള റോഡ് തകർന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് ജനകീയ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ റീൽസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ പരാതി. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാവനാട് റോഡിന്റെ നവീകരണം ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വീണ്ടും കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. പവന് ഒറ്റയടിക്ക് കൂടിയത് 2200 രൂപ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.